മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച താരജോഡികളായിരുന്നു പ്രേം നസീറും ഷീലയും. മലയാളത്തിന്റെ ഭാഗ്യ ജോഡികൾ. 130ഓളം സിനിമകളിലാണ് നസീറിന്റെ നായികയായി ഷീല അഭിനയിച്ചത്. മറ്റ് ഇൻഡസ്ട്രികളിൽ അധികമാർക്കും അവകാശപ്പെടാൻ സാധിക്കാത്ത നേട്ടമായിരുന്നു താരങ്ങളുടേത്. അക്കാലത്ത് നസീറും ഷീലയും പ്രണയത്തിലാണെന്നും വിവാഹം കഴിച്ചെന്നും യഥാർത്ഥ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവുമാണെന്നുമൊക്കെ കരുതിയിരുന്നവരുമുണ്ട്. ഇടയ്ക്ക് താരങ്ങളെ ബന്ധപ്പെടുത്തി പല കഥകളും പ്രചരിച്ചു. ഇത്രയധികം സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടും പ്രേം നസീർ മരിച്ചപ്പോൾ അദ്ദേഹത്തിനെ അവസാനമായി ഒന്ന് കാണാൻ ഷീല പോവാതിരുന്നത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോഴിതാ എന്തുകൊണ്ടാണ് താൻ അന്ന് വരാതിരുന്നത് എന്ന ചോദ്യത്തിന് മറുപടിയുമായി എത്തിയിരിക്കുകയാണ് നടി ഷീല. പ്രേം നസീറിന്റെ 36ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലായിരുന്നു ഷീല സംസാരിച്ചത്. മരിച്ചു കിടക്കുന്ന നസീർ സാറിന്റെ മുഖം കാണാൻ എനിക്ക് വയ്യായിരുന്നു. എന്തിന് കാണണമെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ഞാൻ വരാതിരുന്നത്. അന്ന് സ്വീഡനിൽ സഹോദരിക്കൊപ്പമാണ് ഞാൻ. സാറിന്റെ മരണവിവരം എന്നെയും അറിയിച്ചിരുന്നു. പരിശ്രമിച്ചെങ്കിൽ അവിടെ നിന്നും എനിക്ക് വരാമായിരുന്നു. പക്ഷെ അതെന്തിനെന്ന് ഞാൻ ചിന്തിച്ചു. ജീവനോടെ കണ്ട സാറിന്റെ മുഖം മനസ്സിലുണ്ട്. അത് മതിയെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും ഷീല പറയുന്നു. നസീറിനൊപ്പം അഭിനയിച്ചപ്പോഴുണ്ടായ അനുഭവങ്ങളും ഷീല പങ്കുവച്ചിരുന്നു. 500-ലേറെ പാട്ടുകൾ ഞങ്ങൾ പാടി അഭിനയിച്ചിട്ടുണ്ട്. കാമുകനായി എന്റെ മുന്നിലും ചെവികൾക്കടുത്തു നിന്നും ലയിച്ചു പാടുന്ന പ്രേം നസീറിനെ കണ്ടിട്ടില്ലേ? എന്നാൽ നസീർ സാർ ഒരു വരി പോലും പാടിയിട്ടില്ല. ചുണ്ടുകൾ അനക്കുക മാത്രമേ ഉള്ളൂ എന്നും ഷീല പറയുന്നു. ഒരിക്കൽ ലൊക്കേഷനിൽ വെച്ച് നസീർ സാറിന് എക്കിൽ വന്നു. രാവിലെ 7 തുടങ്ങിയതാണ്. 11 മണിയായിട്ടും മാറിയില്ല. ഇടക്ക് പുറത്തുപോയി ഞാൻ അല്പസമയത്തിന് ശേഷം തിരിച്ചു വന്നിട്ട് സാറിനോട് പറഞ്ഞു, മോൻ ഷാനവാസിന് വാഹനാപകടത്തിൽ പരിക്കേറ്റു. ഞെട്ടിലൂടെ സാർ എഴുന്നേറ്റു. അത് കേട്ടതോടെ സാറിന്റെ എക്കിൽ മാറി. എന്റെ അമ്മ പറഞ്ഞു തന്ന വിദ്യയായിരുന്നു അത്. എക്കിൽ മാറാതെ നിൽക്കുമ്പോൾ ഞെട്ടിക്കുന്ന എന്തെങ്കിലും വിവരം പറഞ്ഞാൽ മതിയെന്ന്. പിന്നാലെ ഷാനവാസിന് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഞാൻ പലവട്ടം പറഞ്ഞെങ്കിലും നസീർ സാറിന് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അദ്ദേഹം അത്രത്തോളം കുടുംബത്തെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നുവെന്നും ഷീല പറഞ്ഞു. കള്ളിച്ചെല്ലമ്മ, മനുഷ്യബന്ധങ്ങൾ, അഗ്നിപുത്രി, ഇവനെന്റെ പ്രിയപുത്രൻ, ദത്തുപുത്രൻ, പുത്തൻ വീട് തുടങ്ങി 130-ലധികം സിനിമകളിലാണ് ഇരുവരും ഒരുമിച്ച് പെയറായി അഭിനയിച്ചത്. അബ്ദുൾ ഖാദർ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഇന്ത്യൻ സിനിമയിലെ തന്നെ ആദ്യത്തെ സൂപ്പർ താരമായിരുന്നു പ്രേം നസീർ. 542 മലയാളം സിനിമകളിൽ നായകനായി അഭിനയിച്ചതിന്റെ പേരിലും 130 സിനിമകളിൽ ഷീലയ്ക്കൊപ്പം നായകനായി അഭിനയിച്ചതിന്റെ പേരിലും 2 ഗിന്നസ് വേൾഡ് റെക്കോർഡുകൾ അദ്ദേഹം സ്വന്തമാക്കിയിരുന്നു. 80 നായകന്മാർക്കൊപ്പം അഭിനയിച്ചതിനും ഒരേ വർഷം 30 സിനിമകളിൽ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചതിന്റെ പേരിലും മറ്റു 2 അഭിനയ റെക്കോർഡുകളും അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഗവൺമെന്റിന്റെ സിവിലിയൻ ബഹുമതികളായ പത്മഭൂഷൺ, പത്മശ്രീ എന്നിവ നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. അവസാന കാലം വരെ അഭിനേതാവായി ജീവിച്ചിരുന്ന പ്രേം നസീർ വളരെ പെട്ടെന്നാണ് മരണപ്പെടുന്നത്. 1989 ജനുവരി 16-ന് 62-ാമത്തെ വയസ്സിൽ 5-ാം പനി ബാധിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ മരണം.